നമസ്കാരം. മലയാളികളുടെ ഏറ്റവും വലിയൊരു നെറ്റ്വർക്കാണ് വേൾഡ് മലയാളി കൗൺസിൽ. ഈ വേൾഡ് മലയാളി കൗൺസിൽ ചാരിറ്റി രംഗത്തും ഒട്ടേറെ രംഗത്ത് കേരളത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു ഗ്ലോബൽ മീറ്റിങ്ങിൽ പൈനൽ മീറ്റിംഗ് ടെക്സാസിൽ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാരവാഹികളാണ് നമുക്കൊപ്പം ചേരുന്നത്. അതിൻ്റെ ഗ്ലോബൽ പ്രസിഡൻ്റായിട്ടുള്ള ജോൺ മത്തായി സാർ നമുക്കൊപ്പം ചേരുകയാണ്. സാർ നമസ്കാരം. ഇപ്പം ഒരു ഗ്ലോബൽ മീറ്റിംഗ് ചേരാൻ പോവുകയാണ്. നിങ്ങളുടെ 15ാമത്തെ മീറ്റിംഗ് ചേരാൻ പോവുകയാണ്. 30 വർഷത്തോളമായി സംഘടന. ഈ ഒരു നിലയിൽ ഈ ഒരു മീറ്റിംഗ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഞങ്ങളുടെ എല്ലാ കോൺഫറൻസുകളും വളരെ പ്രധാനമാണ്. കാര്യം 2 വർഷം കൂടുമ്പോൾ നമ്മുടെ പ്രവർത്തന റിപ്പോർട്ട്, നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ബിസിനസ് മീറ്റ്, മെഡിക്കൽ ഫോറത്തിൻ്റെ മീറ്റിംഗ്, യൂത്ത് ഫോറം, വിമൻസ് ഫോറം, ഈ മീറ്റിങ്ങുകളെല്ലാം വിജ്ഞാനപ്രദമായ മീറ്റിങ്ങുകളാണ്. അതായത് അറിവ് പകർന്നു കൊടുക്കുന്നതും പുതിയ പുതിയ സാങ്കേതിക വിദ്യകളെ പറ്റിയുള്ള ചർച്ചകളും, അതുകൊണ്ട് വളരെ സമ്പുഷ്ടമായിട്ടുള്ളൊരു മീറ്റിങ്ങാണ് എല്ലാ ബൈനിയൽ കോൺഫറൻസുകളും. കാര്യം പിന്നെ അതിലുപരി നമ്മൾ വിദേശത്തുള്ള എല്ലാവരും കൂടെ സമ്മേളിക്കുന്ന ഒരു മീറ്റിങ്ങാണ്. മലയാളികൾ, എല്ലാ സ്ഥലത്തുള്ള മലയാളികൾ ഒന്നിച്ചുകൂടി അവരുടെ ആശയവിനിമയം, പരസ്പരം കാണുകയും സന്തോഷം പങ്കിടുകയും അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹങ്ങൾ പുതുക്കുകയും ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഈ ഒരു പൈനൽ മീറ്റിങ്ങിനോടനുബന്ധിച്ച് നമ്മൾ എന്തൊക്കെയാണ് സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങളുള്ളത്? പ്രഖ്യാപനങ്ങൾ മെയിനായിട്ട് ഇപ്പം നമ്മളിവിടെ സംസാരിച്ച പോലെ ഹോം ഫോർ ഹോംലെസ്, വീടുകളില്ലാത്ത 15 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകാനാണ് നമ്മൾ ഇന്നലെ കൂടിയ എക്സിക്യൂട്ടീവ് കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതും പ്രകാരം നമ്മൾ ഇപ്പം ചിങ്ങം 1-ാം തീയതി തന്നെ ഒരു വീടിന് കല്ലിടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് എല്ലാ ജില്ലകളിലും നമ്മൾ ഒരു വീട് വീതം വെച്ച് കൊടുക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരുപാട് പേര് ചെയ്യും. അത് ചിലപ്പം കൂടുതൽ വർദ്ധിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട്. ഇതാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു പ്രൊവിൻസ്, ഫിലാഡൽഫിയ പ്രൊവിൻസ്, ഇപ്പോൾ ആദിവാസി കോളനിയിൽ 25 ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓൾറെഡി ഗാന്ധി ഭവനുമായിട്ട് ചേർന്ന് അവരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടുപിടിക്കുന്നതും അതിന് വേണ്ട വർക്കിന് വേണ്ടിയുള്ള എല്ലാം ചെയ്തു തരുന്നത്. അതിൻ്റെയും ഒക്ടോബർ വരുന്ന അടുത്ത ഒക്ടോബറിൽ ഗാന്ധി ജയന്തിയോട് കൂടി ചേർന്ന് ഗാന്ധി ജയന്തിയുടെ ദിവസത്തിൽ നമ്മളതിൻ്റെ താക്കോൽദാനം നടക്കും. ഓക്കെ. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു മലയാളിക്ക്, ഏതെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു മലയാളിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക? അവർക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാനും പറ്റുക? വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ലോകത്ത് എല്ലായിടത്തും പ്രൊവിൻസുകളുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ 55 രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് ശരിക്കും പ്രസൻസ് ഉണ്ട്. ലൈവായിട്ടുള്ള 43-44 പ്രൊവിൻസുകളുണ്ട്. എന്നുവെച്ചാൽ വളരെ മെമ്പർഷിപ്പുള്ളൂ, അല്ലാത്തതും ആക്റ്റീവ് അല്ലാത്തതായിട്ടുള്ള കുറേ പ്രൊവിൻസുകളുമുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ 56 പ്രൊവിൻസുകൾ നമുക്കുണ്ട്. ഏത് സ്ഥലത്തും ഇപ്പോൾ കേരളത്തിലുള്ള ഒരു മലയാളി അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു മലയാളിക്ക് വിദേശത്ത് പോയി പഠിക്കണം, തീർച്ചയായിട്ടും അതിനെന്ത് അവർക്ക് വേണ്ട ഉപദേശങ്ങളും അവർക്ക് യൂണിവേഴ്സിറ്റി ചേർന്നാൽ നേരത്തെ സംസാരിച്ച പോലെ തന്നെ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അവർ ചതിക്കപ്പെടത്തില്ല, അത് തീർച്ചയാണ്. അതുപോലെ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നവർ, അവർ ഒരു ഡോക്ടറുടെ, ഞങ്ങൾക്ക് ഡോക്ടേഴ്സ് ഫോറമുണ്ട്, മെഡിക്കൽ ഫോറം. അതിനുവേണ്ടി 10-46 ഡോക്ടേഴ്സ്, വിദഗ്ധ ഡോക്ടേഴ്സുണ്ട്. അവരുടെ ഒപ്പീനിയൻ എടുത്തിട്ട് ഏത് ഹോസ്പിറ്റലിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് പോകണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപദേശം നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ഇന്ത്യയിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് നടക്കുന്നത്? പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഹെഡാണല്ലോ. ഞാൻ ഇന്ത്യ റീജിയൻ്റെ പ്രസിഡൻ്റാണ്. ഇന്ത്യയിൽ നമുക്ക് 9 ഇന്ത്യ കൂടാതെ തന്നെ മറ്റ് 9 രാജ്യങ്ങളുമുണ്ട്. ഈ ഇന്ത്യ റീജിയനിൽ നമ്മൾ കേരളം, അതുപോലെ തന്നെ ബാംഗ്ലൂർ, ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള എല്ലാ മെട്രോ സിറ്റികളിലും നമുക്ക് പ്രൊവിൻസുകളുണ്ട്. അപ്പം വിദേശത്തുള്ള മലയാളികൾക്ക് നമുക്ക് ഒരു നെറ്റ്വർക്ക് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ഇന്ത്യയിൽ ഉള്ള സംസ്ഥാനങ്ങളും കേരളത്തിലുള്ള ആൾക്കാരും തമ്മിലുള്ള നെറ്റ്വർക്കായിട്ടും നമ്മളിത് പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പം പ്രധാനമായിട്ടും നമ്മൾ ചാരിറ്റി ആക്ടിവിറ്റീസുകളും മറ്റ് ആക്ടിവിറ്റീസുകളും കേരളത്തിലാണുള്ളത്. അത് വടക്കേ ഇന്ത്യയിലേക്കും കൂടെ വ്യാപിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കേ ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിലും നമ്മൾ പല രീതിയിലുള്ള പ്രോഗ്രാമുകൾ, മലയാളികളുടെ കൂട്ടായ്മ, അതുപോലെ തന്നെ മീറ്റുകൾ, ബിസിനസ് മീറ്റുകൾ, ഇതൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്.
ഗ്ലോബൽ ജനറൽ സെക്രട്ടറി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പം വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പം വിദേശത്ത് പോയി പഠിക്കുന്ന കുട്ടികൾ ഒട്ടേറെ പേര് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും പലരും പിന്നീട് വന്ന പല മലയാളം ചാനലുകൾക്കൊക്കെ അഭിമുഖം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ പോയി എന്താ പറയുക, വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു, ഭക്ഷണമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നേരത്തെ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള മറ്റേ ജോലികൾ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ജോലികൾ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാത്ത അവസ്ഥ. എന്താണ് ഇത്തരക്കാരോട് പറയാം? ഈ ഫോറിൻ എഡ്യൂക്കേഷൻ അഡ്മിഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ്സാണ് കേരളത്തിൽ. അത് നമുക്ക് തടയാൻ കഴിയത്തില്ല. പക്ഷേ അത് സെലക്റ്റീവ് ആവണമെന്നാണ് നമ്മൾ പറയുന്നത്. സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന കുട്ടികൾ അറിയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, യൂണിവേഴ്സിറ്റിയിൽ അക്രഡിറ്റഡ് ആണെന്ന് അറിയണം. ഇവിടെ ഒരു വലിയ ബിസിനസ്സിൻ്റെ ഭാഗമായി ഇതിന് കോൺഫറൻസുകളും സെമിനാറുകളും കേരളത്തിൽ നടത്തും. അപ്പോൾ അത് ഫണ്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ്. 1 കോടി രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയാണ് അഡ്മിഷന് വേണ്ടിയിട്ട് മേടിക്കുന്നത്. ഇതിൻ്റെ പകുതിയാണ് ശരിക്കും പറഞ്ഞാൽ ഫീസുകളുള്ളത്. ബാക്കിയൊക്കെ ഏജൻസികൾക്കാണ് പോകുന്നത്. അപ്പോൾ ഏജൻസികൾ വലിയ രീതിയിലുള്ള ക്യാമ്പയിനാണ് ഇതിനുവേണ്ടി നടത്തുന്നത്. ഈ കൂടുതൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം യൂണിവേഴ്സിറ്റിയിലാണ് കുട്ടികളെ കൂടുതൽ കൊണ്ടുപോകുക. ഈ യൂണിവേഴ്സിറ്റികളുടെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഡിജിറ്റൽ പ്രോസസ്സ് വലുതായിരിക്കും. അതായത് അവിടെ സോഷ്യൽ മീഡിയ ക്യാൻഡിൽസ് നല്ലതായിരിക്കും, വെബ്സൈറ്റ് മനോഹരമായിരിക്കും, ക്യാമ്പസുകൾ കാണാൻ ഭംഗിയായിരിക്കും. പക്ഷേ ഈ രാജ്യങ്ങൾ ഈ യൂണിവേഴ്സിറ്റി അക്രഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. വിദേശത്ത് പല രാജ്യങ്ങളും യൂണിവേഴ്സിറ്റി തുടങ്ങാനും കോളേജ് തുടങ്ങാനുള്ള പെർമിഷൻ കൊടുക്കും. ഗവൺമെൻറ് പക്ഷേ അക്രഡിറ്റ് ചെയ്യത്തില്ല. അക്രഡിറ്റ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ജോലി ആ രാജ്യങ്ങളിൽ തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഈ സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം 2 വർഷത്തെ സ്റ്റേ ബാക്ക് തുടങ്ങി 5 വർഷം വരെ കൊടുത്തിരുന്ന രാജ്യങ്ങളിപ്പോൾ അതിനെ കുറച്ച് ഇല്ലാതെയും 1 വർഷവും 6 മാസവും ആക്കിയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇതിനകത്ത് എങ്ങനെ നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റുഡൻറ്റ് അവിടെ അവരുടെ പരസ്യമോ മറ്റെന്തെങ്കിലും കണ്ട് അങ്ങോട്ടേക്ക് അവരെ ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുകയാണ്, നമുക്ക് അത് ക്രെഡിബിൾ ആണോ? ആ യൂണിവേഴ്സിറ്റിൻ്റെ കോഴ്സ് ക്രെഡിബിൾ ആണോ? ആ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരങ്ങളുണ്ടോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ സ്റ്റുഡൻസിനെ ബോധവൽക്കരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഡെസ്കുകളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും സംവിധാനം നിലവിലുണ്ടോ? വേൾഡ് മലയാളി കൗൺസിലിന് എഡ്യൂക്കേഷൻ ഫോറം എന്നിട്ടൊരു ഫോറം ഉണ്ട്. എഡ്യൂക്കേഷൻ ഫോറത്തിൻ്റെ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ഫോറത്തിൻ്റെ പ്രസിഡന്റ് തന്നെയും ബഹ്റൈൻ യൂണിവേഴ്സിറ്റിയുടെ ഹെഡാണ് ഡോക്ടർ ഷെമിലി. അതുകൂടാതെ നമ്മൾക്ക് തന്നെ ഒത്തിരി പ്രൊഫസേഴ്സ് നമ്മുടെ മെമ്പേഴ്സാണ്. അമേരിക്കയിൽ കുറേ പ്രൊഫസേഴ്സ് നമ്മുടെ മെമ്പേഴ്സുണ്ട്, UK കുറേ ഡോക്ടേഴ്സ് നമ്മുടെ മെമ്പേഴ്സുണ്ട്, പ്രൊഫസേഴ്സ് നമ്മുടെ മെമ്പേഴ്സുണ്ട്, ജർമ്മനിയിലുണ്ട്, എൻ്റെ പലയിടത്തും ഉണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം അല്ലെങ്കിൽ അഡ്മിഷൻ അടുത്തെത്തിയപ്പോഴത്തേക്ക് നമ്മളെ സമീപിച്ചിട്ട് പലതിനോട് എടുക്കരുതെന്ന് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഗവൺമെൻറ് അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റിയിലെ കാര്യമുള്ളൂ. ഇങ്ങനെയുള്ള കുട്ടികളുടെ നമുക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കൊരു വലിയ നെറ്റ്വർക്കുണ്ട്. ഞങ്ങളുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള നെറ്റ്വർക്കാണ്. ഞങ്ങളെ സമീപിക്കുക, കൃത്യമായിട്ടുള്ള അഡ്വൈസ് നമ്മൾ കൊടുക്കും. യൂണിവേഴ്സിറ്റി അക്രഡിറ്റഡ് ആണോ, സ്റ്റേ ബാക്ക് കിട്ടുമോ, പഠിച്ചു കഴിഞ്ഞാൽ ഈ കോഴ്സിന് അംഗീകാരമുണ്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ പക്ഷേ അത്രയും വലിയ പ്രശ്നങ്ങളില്ല, കാരണം ഗവൺമെൻറ് ഏകദേശം മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഇല്ല. അതുകൊണ്ട് ഇത്രയും അധികം പൈസ കയ്യിൽ വെച്ചിട്ടല്ലേ കുട്ടികളെല്ലാം പോകുന്നത്. ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ താല്പര്യത്തിന് പുറത്താണ് പോകുന്നത്. അവർ വലിയ ലോൺ എടുക്കും, സ്റ്റുഡൻറ്റ് ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ വീട്ടുകാർ ലോൺ എടുത്തിട്ടാണ് പോകുന്നത്. തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരുപാട് കേസുകളുണ്ട്. ഈ അടുത്തടുത്തിൻ്റെ സൂയിസൈഡ് നടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം നടന്ന സൂയിസൈഡാണ് ജർമ്മനിയിൽ. ആ ഡെഡ് ബോഡി കൊണ്ടുവരാൻ സഹായിച്ചത് നമ്മളാണ്. ഇതൊരു സ്റ്റുഡൻ്റാണ്. ഇതൊക്കെ ഒരു അനുഭവമാണ്. കുട്ടികളൊക്കെ ഇത് കണ്ടുപഠിക്കണം. മാതാപിതാക്കൾ കൃത്യമായി ഇതിൻ്റെ ചെക്ക് നടത്താൻ ഞങ്ങൾ ഉപയോഗിക്കുക. ഞങ്ങൾക്ക് നെറ്റ്വർക്കുണ്ട്, ഞങ്ങളത് കണ്ടെത്തി കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ഫോറമായിട്ട് ബന്ധപ്പെടാം. എന്നെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാലും ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. എന്തായാലും ഇത്തരത്തിൽ ടെക്സാസിൽ 21-ാം തീയതി മുതൽ 24-ാം തീയതിയാണ് ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കുന്നത്. എന്ത് മലയാളികൾക്ക് ലോകത്ത് എവിടെയും എന്തും, അത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, മറ്റു തൊഴിലെടുക്കുന്നവരായിക്കോട്ടെ, എന്ത് ആവശ്യമുണ്ടായാലും ഇവരെ കോൺടാക്ട് ചെയ്യാൻ അതിനെല്ലാം തന്നെ സൊല്യൂഷൻ ഇവർ ചെയ്തു തരും എന്ന് തന്നെയാണ് ഇവർ ഇതിൻ്റെ ഭാഗമായി നമ്മളോട് മുന്നോട്ട് വെക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ നിതിൻ ഇക്കോടൊപ്പം അർജുൻ സി വനജ്.